നമ്മൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്നു. ആ ഷെയറിന്റെ വില മാർക്കറ്റിൽ 2.5% കൂടിയാൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റലിന്റെ 10% പ്രോഫിറ്റ് ലഭിക്കും. എങ്ങനെയെന്നല്ലേ? MTF അഥവാ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് MTF എന്താണെന്ന് നോക്കാം. നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗിൽ ലിവറേജ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഡെലിവറിയിൽ നമ്മൾ സ്റ്റോക്ക് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രോക്കർ തരുന്ന എക്സ്ട്രാ മാർജിൻ ഫെസിലിറ്റിയാണ് MTF എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ ക്യാപിറ്റൽ 10,000 ആണെങ്കിൽ എനിക്ക് 40,000 രൂപക്കോ അല്ലെങ്കിൽ 50,000 രൂപക്കോ ഷെയറുകൾ വാങ്ങി ഹോൾഡ് ചെയ്യാൻ സാധിക്കും. ഒരു കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ 10,000 രൂപ, നമ്മൾ 40,000 രൂപക്ക് ട്രേഡ് എടുക്കുന്നു. നമ്മൾ വാങ്ങിയ ഷെയറിന്റെ വാല്യൂ മാർക്കറ്റിൽ 3% കൂടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് എത്രയാണ്? 1,200 രൂപ. നമ്മുടെ ക്യാപിറ്റൽ 10,000 ആണ്, നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,200 രൂപയാണ്. അതായത് നമ്മുടെ ക്യാപിറ്റലിന്റെ 12% പ്രോഫിറ്റ് ആണ് ഈ ഒരു ഷെയറിന്റെ വാല്യൂ 3% കൂടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ MTF വഴി ട്രേഡുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ചാർജസ് ഈടാക്കുന്നതായിരിക്കും. ഓരോ ബ്രോക്കർക്കും ഓരോ ചാർജ് ആയിരിക്കും വരുന്നത്. 7 to 14% വരെയാണ് സാധാരണ ഇയർലി MTFകൾക്ക് ചാർജ് വരാറുള്ളത്. അപ്പൊ കറക്റ്റ് കാൽക്കുലേഷൻസ് എല്ലാം നോക്കിയിട്ട് ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ MTF എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ്.